ഇത് ഈ പ്രൊഡക്റ്റിന് പോസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രൊഡക്റ്റ്. ഇതൊന്ന് വെച്ച് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ പ്രൊഡക്റ്റ് ചെയ്തു. പ്രൊഡക്റ്റ് ഞാൻ എടുത്തു. ഇത് മാവണ്ണയുടെ ഒരു മൈക്കാണ്ട. ഇത് ഇന്നാണ് വന്നത്. പിന്നെ മൈക്ക് എല്ലാവരും സൗണ്ട് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം വാങ്ങിയത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോയി നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ന്യൂ ലെയർ എടുത്തിട്ട് ഞാൻ ഇത് പോലത്തെ ഒരു കൊടുക്കാം. ന്യൂ ലെയർ എടുക്കുക, നിർത്തുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ലൈറ്റിംഗ് ആയിട്ട് ഇതുമാതിരി വീഡിയോയും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോയും ചെയ്തിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നത് കുറവാണ്. പക്ഷെ 80% ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നത്. അപ്പൊ ദയവ് ചെയ്തിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുമാതിരത്തെ അടിപൊളി വീഡിയോകൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ അതിന് സപ്പോർട്ട് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മള് ഇതിപ്പോ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഇമേജ് എടുത്തിട്ടു, ഇങ്ങനെ എടുത്തിട്ടു. ഇനി നമുക്ക് വേണ്ടത് ഇനി നമ്മള് കുറെ ആൾക്കാർക്ക് ഡിസൈനേഴ്സ് തന്നെ ഇപ്പൊ എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാരുണ്ട്, കൂടിയ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് നമ്മുടെ ഈ കുടുംബത്തില്. അപ്പൊ നമ്മള് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. എന്താ ചെയ്യണ്ടേ, എന്ത് കാര്യ ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാ ആൾക്കാരെയും നമുക്ക് തൃപ്തിപ്പെടുത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാനത് കോപ്പി ചെയ്യാണ്. അത് ഇത് സ്പ്ലാഷ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് കുറേ സംഭവങ്ങൾ കിട്ടും. ഗൂഗിളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കിട്ടും. ഇത് നമുക്ക് ഇത് കളയാൻ ചെയ്യും. ബ്രഷ് ടൂൾ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കി നോക്കാം. കണ്ടില്ലേ, സിമ്പിൾ ആയിട്ട് കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ എടുക്കാം. അതിന് നമുക്ക് സേവ് ചെയ്യാത്. ജനുവരി 30. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതാണ്. ഇപ്പോ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം കൂടി. ഇനി നമുക്കുള്ളത് ടൈപ്പ് ചെയ്തിട്ടുള്ളത്
നൈസ് ചെയ്തുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരാം. ഇംഗ്ലീഷുകാർ ഇവരൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരും കാണുന്നുണ്ട്. നമ്മുടെ എന്തൊക്കെ അതിൻ്റെതായിട്ടുള്ള വ്യൂസ് കിട്ടുമായിരിക്കാം. ഇപ്പോ ആയിരത്തി എനിക്കിപ്പോൾ ഉള്ളതൊരു 1800 സബ്സ്ക്രൈബറാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കുക, എല്ലാവരും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനർമാരാവുക. അതൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു സന്തോഷം. പിന്നെ എല്ലാവരും കമന്റ് ചെയ്യാട്ടോ. നിങ്ങക്ക് നമുക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം. ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കുക എന്തൊക്കെയാണ്. ഇൻഡെക്സ് കാണുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് കിട്ടുള്ളൂ. അപ്പോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നോക്കുക, കാണുക. ഇത് നമുക്ക് സെലക്ട് പോയിട്ട് നമുക്ക് സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിധം നമ്മുടെ സിസ്റ്റം തന്നെ സെലക്ട് ചെയ്ത് തരാം. അത് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്യുക, സബ്ജക്റ്റ് കൊടുക്കുക. നല്ല സബ്ജക്റ്റിന് ഇപ്പോൾ ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് വി, പേസ്റ്റ് ചെയ്യുക. നമ്മൾ എന്ത് കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ പ്രൊഡക്റ്റിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ആയിരിക്കണം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ബാക്കിയുള്ളവർക്ക് അതിന്റെ പാർട്ടായിട്ട് വേണ്ട സാധനങ്ങളാണ്. ഇത് ഇപ്പോഴത്തെ ഒരു സാധനം എടുത്തതാണ്. അത് നമ്മൾ ബ്ലറായിട്ട് കൊടുക്കണ ഈ സംഭവമൊക്കെ എന്നിട്ടാണ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഏരിയകളും ബ്ലറാക്കിയിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഇതും ബ്ലറാക്കി വേണമെങ്കിൽ കൊടുക്കാം. ബ്ലറാക്കി കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു വർക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ ചെയ്തു. ശരിയാണ്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതുമ്മ കുറച്ച് സിസ്റ്റം ചില നേരത്ത് അമ്മായി പോരെടുക്കും. അതാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. നമ്മൾ വരി ബബിൾസ് നോക്കുക, സെർച്ചിങ് കിട്ടും, കുറെ കിട്ടും. അതുപോലെ തന്നെ കുറച്ച് സെർച്ച് ചെയ്യേണ്ടിക്ക് വരും. ഇത് കണ്ടില്ല,
അപ്പോൾ ഇതൊക്കെ കോപ്പി ചെയ്യാൻ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായാൽ മതി. ഈ ലെയർ ഒരു കോപ്പി കൂടി എടുക്കുക, പേസ്റ്റ് ചെയ്യുക, ക്ലിപ്പ് മാസ്ക് കൊടുക്കുക. ക്ലിപ്പ് മാസ്ക് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. ന്യൂ ലെയർ എടുക്കുക, ചെയ്യും. ഇതുപോലെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും നോക്കാം. ഇത് നമുക്ക് വീണ്ടും നോക്കാം. അടിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഈ വീഡിയോ എങ്ങനെ ഒരു ഇതാക്കാന്നുള്ള ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് മുമ്പ് ഞാൻ സെറ്റ് ചെയ്യും. കാരണം അത് കുറച്ചുകൂടി നോക്കണം. അത് ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് മാറ്റം വരും. അപ്പൊ നമുക്ക് കണ്ടില്ലേ ഇപ്പോ നമുക്ക് ഈ ഒരു ഇമേജ് തന്നെ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ എം അടിച്ചിട്ട് കൺട്രോൾ എം അടിക്കുമ്പോൾ നമുക്ക് വെറുതെ കൺട്രോൾ എം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇവിടുന്ന് ഉള്ള കൺട്രോൾ എം ഇതടിക്കുക. കൺട്രോൾ എം അടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ കർവാണ്. കർവിൻ്റെ ഇത് നമ്മൾ ഇവിടുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്. ഇത് ക്ലിപ്പ് മാസ്ക് കൊടുക്കുക. എന്നിട്ട് കർവ് അടിക്കുക. കർവ് അടിച്ചിട്ട് നമുക്ക് ഓക്കെ കൊടുക്കുക. ഇത് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനിയില്ല ഇത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണില്ലേ. അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. ഇപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഈ സംഭവം വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ സംഭവം റെഡിയാണ്. ഇപ്പൊ
ഒരു ലെയറും കൂടി എടുക്കുക. നമുക്ക് അടിക്കുക. അടിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.